ദേവൂട്ടിക്കൊപ്പം വരികയാണ് അമ്മേ മൂകാംബികെ. നവംബർ 24 മുതൽ എല്ലാ ദിവസവും രാത്രി 8:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. അല്പമെങ്കിലും കരുണ, ദയ, അത് നീ കാണിക്ക്. ഇത്രയ്ക്ക് ക്രൂരയാകാൻ പാടില്ല ഒരമ്മ. നീ വാ മോളെ. എടി പാർവതി, അവനങ്ങനെ പലതും പറയും, നീ അതൊന്നും കാര്യമാക്കണ്ട. എന്തായാലും കളക്ടറുടെ തീരുമാനം വരട്ടെ, അതുവരെ നമുക്ക് കാക്കാം. നിന്നെ നിരഞ്ജനെങ്ങോട്ട് പോയതാ? പുറത്തു പോയിരിക്ക. എങ്ങോട്ട് പോവാണെന്ന് നിന്നോട് പറഞ്ഞില്ലേ? എന്നോട് പറഞ്ഞില്ല. ഭർത്താവ് എവിടെയാണ് പോകുന്നതെന്ന് അറിയാൻ പാടില്ലാത്ത ഭാര്യ. അദ്ദേഹം കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ, എല്ലാത്തിനും പുറകെ നടന്ന് നിയന്ത്രിക്കാൻ. ഇപ്പൊ അവന്റെ എവിടെയാ നടപ്പ്? ആ വിശാലിന്റെ. നിനക്കറിയാവില്ല അവന്റെ സ്വഭാവം. അവസാനം നിരഞ്ജനെ കൊണ്ടുപോയി എവിടെയെങ്കിലും പെടുത്തും. അപ്പൊ നിനക്ക് മനസ്സിലാവും. എന്റെ മോൻ അങ്ങനെയൊന്നും ചെയ്യില്ല. എന്താ പറഞ്ഞേ? അതെന്റെ മുഖത്ത് നോക്കി ധൈര്യമായിട്ട് നിനക്ക് പറയാൻ പറ്റുമോ? ഇത്രയും കാലത്ത് ജീവിതത്തിനിടയിൽ ഒരേ ഒരാളെ എന്നെ ചതിച്ചിട്ടുള്ളൂ, നിന്റെ മകൻ. അവൻ എന്നെ മുന്നിൽ നിന്നും പിന്നിൽ നിന്നും കുത്തി. അങ്ങനെയുള്ളവനെ എന്തിന്റെ പേരിലടി ഞാൻ വിശ്വസിക്കേണ്ടത്? അടുത്ത ചതിക്കൊരുങ്ങുക അവൻ. അതിനുവേണ്ടിയാ നിരഞ്ജനെ വിടാതെ പിടിച്ചിരിക്കുന്നത്. ഒരിക്കലും ഒരബദ്ധം നിനക്ക് പറ്റി, ഇനി അത് ആവർത്തിക്കാൻ ഞാൻ സമ്മതിക്കില്ല. പഴയ വിശാലൊന്നും അല്ല ഇപ്പോ. ഒരനുഭവം വന്നു, എന്നിട്ടും പാഠമൊന്നും പഠിച്ചില്ലല്ലോ നീ. വിശാലിനെ ഒരിക്കലും വിശ്വസിക്കരുത്. ഞാൻ ഒരു പക്ഷെ നാളെ മരിച്ചു പോയേക്കാം. നീ ഇനി ഒരുപാട് കാലം ജീവിക്കേണ്ടവളാണ്. ഇനി നിനക്കൊരു തെറ്റ് പറ്റാൻ പാടില്ല. പറ്റിയാൽ അതിൽ നിന്ന് കരകയറാൻ പിന്നെ കഴിഞ്ഞു എന്ന് വരില്ല. എന്തിനായിട്ടാ എപ്പോഴും എന്റെ മോനെ ഇങ്ങനെ കുറ്റം പറയുന്നേ? ശരിയാ, അവനൊരു അബദ്ധം പറ്റി. അവന് അതിലിപ്പോ നല്ല കുറ്റബോധമുണ്ട്. തിരുത്താൻ പറ്റാത്ത തെറ്റ് തന്നെയാ അവൻ ചെയ്തത്. അവന് നല്ല പശ്ചാത്താപവും ഉണ്ട്. എന്ത് പ്രായശ്ചിത്തം വേണമെങ്കിലും ചെയ്യാൻ അവന് ഒരുക്കോ. പ്രായച്ചിത്തം, ആ വാക്കിന്റെ അർത്ഥം എന്താണെന്ന് അറിയാവോ അമ്മയ്ക്കും മോനും? എത്ര കുറ്റബോധം തോന്നിയാലും ഞാൻ അവന് മാപ്പ് കൊടുക്കാൻ പോകുന്നില്ല. മരണം വരെ അവൻ എന്റെ ശത്രു തന്നെയായിരിക്കും. അതിനൊരു മാറ്റവും ഇല്ല. നീ നിന്റെ ഭർത്താവിനെ സൂക്ഷിച്ചോളൂ. വളർത്താനാണോ കൊല്ലാനാണോ കൊണ്ടുപോകുന്നത് അറിയില്ല. നിരഞ്ജനൊരു ശുദ്ധഗതിക്കാരനാ. വിശാലിന്റെ കള്ളത്തരങ്ങൾ നിരഞ്ജന് പെട്ടെന്ന് മനസ്സിലാവില്ല. സ്വന്തം ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ എന്തും ചെയ്യാൻ മടിയില്ലാത്തവനാണ് വിശാൽ. അതോർത്താല് എല്ലാവർക്കും കൊള്ളാം. ഇല്ല മോളെ, ഏട്ടൻ പറയുന്നതല്ല ശരി. വിശാൽ ഒരിക്കലും ഇനി ആരെയും ചതിക്കില്ല. എടോ, എങ്ങോട്ടേക്കാ? നമുക്ക് ഡോക്ടർ സുദർശൻ ഒന്ന് കാണണം. അപ്പോയിന്റ്മെന്റ് ഉണ്ടോ? ആ ഉണ്ടല്ലോ, തരട്ടെ. എന്താണോ ഇയാൾക്ക് ഫുള്ള് വട്ട. ഇയാൾ എത്രയും പെട്ടെന്ന് ഡോക്ടറെ അടുത്ത് എത്തിച്ചില്ലെങ്കിൽ ഇയാൾ തന്നെ കൊല്ലും. നിങ്ങൾ ഇവിടെ മുമ്പ് വന്നിട്ടില്ലേ? അതെ,
അന്ന് വന്നത് ഏതോ ഒരു പേഷ്യന്റിനെ രക്ഷിച്ചല്ലേ? അതിനുശേഷമല്ലേ ഇവന് മൂത്തത്. അപ്പോയിന്റ്മെന്റ് ഇല്ലാത്തവരെ കേറ്റാൻ പറ്റില്ല. തരാടോ ഇനിയും തരാടോ. പിടിച്ചോണ്ട് പോടോ ഇയാളെ. രോഗിയെ ഒരാളെ ആശുപത്രിയിൽ കയറുമെന്ന് പറയാൻ താനാണോ? മര്യാദയ്ക്ക് കടന്നിട്ടോ, അല്ലെങ്കിൽ പോലീസിനെ വിളിക്കാൻ ഞങ്ങൾ പോടാ. ഈ ആശുപത്രി ഞങ്ങൾ പൂട്ടിക്കോടാ. ഇങ്ങോട്ട് പോടാ. കിട്ടേണ്ടത് കിട്ടിയപ്പോ അവ അടങ്ങി. നീ വാ. മതി, ഇത് മതി. ഇനി നമുക്ക് ധൈര്യമായിട്ട് ചെന്ന് പറയാം ശരവണൻ ഇതിനകത്തുണ്ടെന്ന്. ഈ വിവരം എത്രയും പെട്ടെന്ന് നിരഞ്ജസ്ഥാൻ അറിയിക്കണം. നീ വാ. അപ്പൊ നമ്മുടെ ഊഹം തെറ്റിയില്ല. ശരവണൻ അവിടെ തന്നെ ഉണ്ട്. അതെ, ഞങ്ങൾ ഞങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടതാ സാറേ. ഇനി ചെന്ന് രക്ഷിച്ചാൽ മാത്രം മതി. അത്ര എളുപ്പമൊന്നുമല്ല ഈ രക്ഷിക്കലെന്ന് പറയുന്നത്. ഒന്നാമത് അതൊരു ആശുപത്രിയാണ്. രണ്ടാമത് നമ്മളും ശരവണനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. നമ്മൾ ചെല്ലുമ്പോ കാണാൻ പോലും സമ്മതിക്കണമെന്നില്ല അവര്. അപ്പൊ എന്ത് ചെയ്യും? വ്യക്തമായൊരു പ്ലാൻ വേണം. ഒരിക്കലും പരാജയപ്പെടില്ല എന്നുറപ്പുള്ള പ്ലാൻ. സെക്യൂരിറ്റിയെ തല്ലിയ വിവരം ഇപ്പൊ തന്നെ അവരെ അറിയിക്കേണ്ടവരൊക്കെ അറിയിച്ചു കാണും. അവര് ശരവണ്ണെ അവിടെ നിന്ന് മാറ്റാൻ വരെ സാധ്യതയുണ്ട്. എങ്ങോട്ട് മാറ്റും? ഇതുപോലെ സേഫായ ഒരു സ്ഥലം വേറെ ഉണ്ടോ? എന്നുവെച്ച് നമ്മൾ സ്ലോ ആവണമെന്നല്ല പറഞ്ഞത്. എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ മൂവ് ചെയ്യണം. പറ്റിയാൽ ഇന്ന് തന്നെ. നാളെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് തന്നെ ശരവണൻ നമ്മുടെ കസ്റ്റഡിയിൽ ഉണ്ടായിരിക്കണം. ശരവണനെ കിട്ടിയ പിന്നെ നമ്മൾ രക്ഷപ്പെട്ടു. ശരത്തിനെതിരെയുള്ള സകല തെളിവുകളും ശരവണന്റെ കയ്യിലുണ്ടായിരിക്കും. ഇത്രയും കാലം ശരത്ത് ചെയ്തു കൂട്ടിയ തോന്നിയാസങ്ങളുടെ വിവരങ്ങൾ കിട്ടിയ അതുപോലെ ശരത്തിനെ പൂട്ടാൻ അത് മതി. പക്ഷേ ശരവണൻ എല്ലാം നമ്മളോട് പറയണം. അവൻ പറയും വിശാലേ. അവന്റെ ശത്രുവല്ലേ ഈ ശരത്ത്. അല്ല, ഞാൻ ഉദ്ദേശിച്ചത് ശരവണന്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ചാ. ആ ഹോസ്പിറ്റലിൽ അവരവനെ എന്തൊക്കെ ചെയ്തു എന്ന് നമുക്കറിയില്ല. ഓർമ്മ പോലും ഇല്ലാത്തൊരവസ്ഥയിലാ നമുക്ക് അവനെ കിട്ടുന്നെങ്കിലോ. നമ്മളെല്ലാ വശവും ആലോചിക്കണം.